ഹായ് എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മൈ റാംപ്ലിങ്സ് ബൈ രേഷ്മ. സോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഭയങ്കര ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്ന് നമ്മളുടെ ഋതു ബേബിയുടെ കാതുകുത്തലാണ്. അതിന് ഫംഗ്ഷനൊന്നും ആയിട്ടല്ല കേട്ടോ, ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ജ്വല്ലറി പോയി തട്ടാനെ കൊണ്ടാണ് കുത്തിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. ഓക്കെ, ഋതു ബേബി കാത് കുത്താൻ പോവാണല്ലേ ഋതു? ക്ലാരിറ്റി കുറവ്. ഹായ് മാഷു ദീദി, ഹായ് പറ. മാഷു ബിസിയാണല്ലേ? റെഡി. പെരുമ എവിടെ? ഹായ് പെരുമ. അപ്പം ഞങ്ങൾ മഹാരാജാസ് എന്നാണ് കേട്ടോ ഗോൾഡ് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ കമ്മലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. യെസ് അല്ലേ, നേരത്തെ നമ്മൾ കമ്മലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പോയത് കുത്തുവാണ്. മഹാരാജാസ് എന്നാണ് കുത്തുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. പേരപ്പൻ ഇല്ല, പേരപ്പൻ ഇന്ന് കുറച്ച് ബിസിയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പോയിട്ടാണ് കുത്താമെന്ന് വിചാരിച്ചു. ബേബിക്ക് കാത് കുത്താൻ പോവാം. ബേബിക്ക് വേദന എടുക്കില്ല. ബേബി ശുങ്കിടിയാവും, സുന്ദരിയാവും. ഇന്നത്തെ സ്റ്റാർ ഓഫ് വേറെ കുഞ്ഞിക്കാലാണ്, വേറെ കുഞ്ഞപ്പിക്കാല. അപ്പൊ നമ്മള് മഹാരാജ ജ്വല്ലറി എത്താനായിട്ടുണ്ട് കേട്ടോ. തന്നെ എത്തും, വിത്തിൻ 5 minutes നമ്മൾ എത്തും. ബേബി ഉറക്കമാണ്, ഈ ബേബി ഉറക്കമാണ്. വളർത്തുമ്പോഴത്തേക്ക് എണീക്കും. അപ്പൊ ഇനി കാതുകുത്തണ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. ആണോ? ഗോൾഡ് എടുക്കാനാണെങ്കിലോ? ബർക്ക് ക്ലോത്ത്. കമ്മലിടാത്ത കുട്ടി, ഇനി ഒരാ കുട്ടി കമ്മലിടും. നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടോ? ആവാറായി. കഴിയൂടി, പെട്ടെന്ന് കഴിയും. കഴിയണം ഇപ്പോഴേ. എന്താ മാഷു ഒന്നോട് പറഞ്ഞേ? ഒന്നോട് പറ ഋതു. ഹായ്, സുന്ദരിയായല്ലോ. അടുത്ത് ഞാൻ പിടിച്ചോളാം മാഷുവിനെ. കഴിഞ്ഞു.
കാതൊക്കെ കുത്തി. അപ്പോൾ ഞങ്ങൾ കാതൊക്കെ കുത്തി ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആഫ്റ്റർ കെയർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ അതിൻ്റെ ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്യാം. നല്ല കരച്ചിലായിരുന്നു. സോ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് എന്താണ്, നമ്മൾ തട്ടാനെ കൊണ്ട് കുത്തിക്കുന്നതാണ് നല്ലത്, മാനുവലി ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ കെയറും കാര്യങ്ങളൊക്കെ എന്തായാലും ഞാൻ ഇതിന് ശേഷം പറയും. ഓക്കെ, ഹായ്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. അപ്പം ഞങ്ങൾ കാത് കുത്തിയിട്ടുണ്ടായിരുന്നത് എടപ്പള്ളി മഹാരാജാസ് എന്നാണ് കേട്ടോ കാത് കുത്തിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് അവിടുത്തെ ആ ചേട്ടനൊക്കെ നല്ല രീതിയിൽ ഭയങ്കര എന്താ പറയുക, നല്ലൊരു ചേട്ടനായിരുന്നു. ബിക്കോസ് ഒരെണ്ണം കുത്തി ഒക്കെ നല്ല കരച്ചിലായിരുന്നു ഒരെണ്ണം കുത്തിയപ്പോൾ തന്നെ. അപ്പോൾ ഒരെണ്ണം കുത്തി കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് കുത്താനായിട്ട് അത്യാവശ്യം ഗ്യാപ്പൊക്കെ ഇട്ട്, കാരണം ബേബി ഒന്ന് ഭയങ്കര കരച്ചിലായതുകൊണ്ട്. അപ്പോൾ ഒന്ന് കരച്ചിലൊക്കെ ഒന്ന് ഓക്കെ ആയിട്ടായിരുന്നു ആള് എന്താ പറയുക അടുത്തത് കുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ചേട്ടൻ തട്ടാൻ കുത്തിയ ചേട്ടൻ നല്ല ഒരു എന്താ പറയുക നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ അതിന് എമൗണ്ട് ഒരു 200 റുപ്പീസാണ് കേട്ടോ അതിനായിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് തട്ടാൻ ദക്ഷിണ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ദക്ഷിണ കൊടുക്കാം, ഇറ്റ്സ് അപ് ടു യു. പിന്നെ അതിൻ്റെ ആഫ്റ്റർ കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാനുവലി കുത്തിയത് കൊണ്ട് അത് എല്ലാ ദിവസവും തിരിച്ചു കൊടുക്കുകയൊന്നും വേണ്ട. പിന്നെ ഉപ്പുവെള്ളം തട്ടരുത്, ജസ്റ്റ് വെളിച്ചെണ്ണ മാത്രം കുറച്ചൊന്ന് തടവി കൊടുത്താൽ മാത്രം മതി. അതും ഭയങ്കരമായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അതായത് ഓവർ കെയർ ചെയ്യേണ്ട, ജസ്റ്റ് പറഞ്ഞ ആ ഒരു കെയർ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. പിന്നെ ഇന്ന് കുത്തിയത് കൊണ്ട് ചിലപ്പോൾ ഇന്ന് ചെറുതായിട്ടൊരു കല്ലപ്പോലൊക്കെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ആഫ്റ്റർ കെയർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങളിതൊക്കെ ഫോളോ ചെയ്യും എന്താണെങ്കിലും. പിന്നെ ആദ്യമൊക്കെ ഒരു വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ബട്ട് സ്റ്റിൽ നമ്മളത് ചെയ്തേ പറ്റുമല്ലേ. പിന്നെ അല്ലെങ്കിൽ കുട്ടി വലുതായിട്ട് ചെയ്തോളും എന്ന് പറഞ്ഞിരുന്നാലും എന്താ പറയുക, ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ജേർണി. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. Please do like, share, subscribe, like whatever you can do for the support. See you in my next video. Bye.